ആൻ, നീ ഇത് നോക്കിയേ. ഇതൊക്കെ സത്യമാണ്. ആ ബുക്കിൽ ഉള്ള പോലെ ഒരു സ്റ്റാർ ഇവിടുണ്ട്. ഇവിടെ ഇതിനു മുൻപ് താമസിച്ചവർ ഈ ബോർഡ് വഴി ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഹരിയും സാഗറും കൂടി കട്ടിൽ പിടിച്ചു മാറ്റി. ഇത് കണ്ടപ്പോൾ എൻ്റെ ആകാംക്ഷ കൂടി. നമുക്കിത് കളിച്ചു നോക്കാം എന്ന് തോന്നലായി. ഞാൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും പ്രേതമോ ആത്മാവോ വന്നാൽ നമ്മുടെ കാര്യങ്ങൾ ഒക്കെ നടക്കുമല്ലോ. അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് വിടാം. ഒരു രസമല്ലേ? ഒന്നും സംഭവിക്കാൻ പോണില്ലടാ. നിങ്ങൾ വാ. എല്ലാവരും പുസ്തകത്തിൽ പറഞ്ഞ പോലെ കറുത്ത ഡ്രസ് ഒക്കെ ഇട്ടു. നക്ഷത്രത്തിന്റെ 5 മൂലയ്ക്കും ഇരുന്നു. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. മെഴുക് തിരി മാത്രം കത്തിച്ചു വെച്ചു. വൃത്തിന് നടുവിൽ ഉള്ള ചിഹ്നത്തിൽ രക്തം 5 പേരും ഓരോ തുള്ളി രക്തം ഒഴിച്ചു. എന്നിട്ട് കൈകൾ ചേർത്ത് പിടിച്ചു. ഇത് കണ്ടപ്പോൾ രഞ്ജിത്തിന് ഇൻട്രസ്റ്റ് ആയി. അവൻ പറഞ്ഞു, നിങ്ങൾ കൈ പിടിച്ചു ഇരുന്നാൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ഈ ബുക്ക് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വായിക്കാം. നിങ്ങളത് ഒരുമിച്ച് ചൊല്ലിയാൽ മതി. ഇതൊക്കെ കണ്ട് രമ്യയ്ക്ക് വല്ലാതെ ഭയം തോന്നി. രമ്യ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ രസത്തിന് ചെയ്യുന്നത് വലിയ കുഴപ്പം പിടിച്ച കളിയാണ്. ദൈവത്തിന് നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഞാൻ പോകുവാണ് ഈ റൂമിൽ നിന്നു. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. എന്താ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ഞാൻ പറഞ്ഞു, നീ പോണെങ്കിൽ പോയിക്കോ, ഞങ്ങൾ ഇത് ചെയ്യും. രമ്യ കുറച്ച് ഫ്രണ്ട്സിനെയും വിളിച്ചു കൊണ്ടുപോയി. രഞ്ജിത്ത് പുസ്തകം വായിക്കാൻ തുടങ്ങി. 1-ാമത്തെ പേജ് വായിച്ചു കഴിഞ്ഞതും കാലാവസ്ഥ മാറാൻ തുടങ്ങി. ശക്തിയായി കാറ്റ് വീശാനും മഴ പെയ്യാനും തുടങ്ങി. നായ്ക്കൾ കൂട്ടത്തോടെ ഓളയിടാൻ തുടങ്ങി. അപ്പോഴേക്കും രമ്യ പോയി ടീച്ചർമാരെ വിവരം അറിയിച്ചിരുന്നു. അവർ മുകളിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും രഞ്ജിത്ത് 2 പേജ് വായിച്ചിരുന്നു. ശക്തിയായി റൂമിലുള്ള സാധനങ്ങളൊക്കെ നിലത്ത് വീഴാൻ തുടങ്ങി. 3-ാമത്തെ പേജ് പകുതി ആയപ്പോൾ എല്ലാം നിന്നു. ഒരു അനക്കം പോലും ഇല്ലാതെ നിശബ്ദതയിലായി. ഞങ്ങൾ ഒഴിച്ച ചോര ഒരു മുഖത്തിന്റെ രൂപത്തിലായി കണ്ടു. മൊത്തത്തിൽ ഒരു കുളിര് കോരുന്ന പോലെ തോന്നി. കൈ പിടിച്ചിരുന്ന 5 പേരും പതിയെ ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി. ഞങ്ങളെ ആരോ കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നി. ബുക്കിലെ മന്ത്രങ്ങൾ ആരുടെയും സഹായമില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലാൻ തുടങ്ങി. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നു ടീച്ചേഴ്സ് വന്നു. അവർ വന്നപ്പോൾ കാണുന്നത് ഞങ്ങൾ 5 പേരും വായുവിൽ ഉയർന്നു നിൽക്കുന്നതാണ്. അവർ ഞങ്ങളെ തട്ടി വിളിച്ചു. ഉറക്കത്തിൽ നിന്നെഴുന്നേക്കുന്ന പോലെ തോന്നി. എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല. എല്ലാം നിർത്തിച്ചു. എല്ലാവരെയും കുറെ വഴക്കു പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ബുക്ക് ലോക്കറിൽ വെച്ച് അടച്ചു. ശ്രീകുമാർ സർ ബാഗ് അടക്കാൻ കൊണ്ടുവന്ന താഴും ചങ്ങലയും ഉപയോഗിച്ച് ലോക്കർ ഒന്നുകൂടി പൂട്ടിയിട്ടു. എന്നിട്ട് ഡേഞ്ചർ എന്ന് എഴുതി ഒട്ടിച്ചു. ഞങ്ങളെ അടിയിലെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയ പാവം അനങ്ങാൻ തുടങ്ങി.